ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഈ ചൂടിൽ നിന്ന് കോഴികളെ രക്ഷിക്കാൻ വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ട് ഡ്രിങ്കാണ്. ഹെൽത്തി ആയ ഡ്രിങ്ക് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴികൾക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും വരില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റുള്ളവർക്കും കോഴികൾക്ക് വളർത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ എന്താണ് ഡ്രിങ്ക് എന്നല്ലേ, ഡ്രിങ്ക് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചൂട് സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കും കൂടിയായിട്ട് ഒന്നും കൂടി പറയുവാണ്. നമ്മുടെ ഈ ചൂട് സമയത്ത് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കോഴികൾക്ക് അവരുടെ ചൂടിനെ നമുക്ക് കുറച്ച് കൊടുക്കുക. ഈ സമയം അവർക്ക് ചൂട് നമ്മളേക്കാൾ ചൂടായിരിക്കും കോഴികൾക്ക്. അപ്പോൾ ചൂടിനെ താപനില നമ്മൾ കുറച്ച് കൊടുക്കുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്യുക. അപ്പോൾ ഈ കൂടുകളൊക്കെ ഇട്ട് വളർത്തുന്നവരാണെങ്കിൽ കോഴികൾക്ക് ഉച്ച സമയമൊക്കെ ആകുമ്പോൾ കുപ്പിയിൽ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലാത്ത മുറ്റമൊക്കെ നമ്മൾ തുറന്നിട്ട് വളർത്തുന്നവരാണെങ്കിൽ അന്ന് മുറ്റമൊക്കെ നനച്ച് കൊടുക്കുക. മുറ്റത്തായിരിക്കുമല്ലോ നമ്മുടെ മുറ്റത്തൊക്കെയല്ലേ കോഴികൾ നടക്കുന്നത്. അപ്പോൾ ആ മുറ്റമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക. പൊടിയിൽ നിന്ന് ഒരുപാട് അസുഖങ്ങൾ വരും. പൊടി കൂടുതലായി കഴിഞ്ഞാൽ കോഴികൾക്ക് കഫക്കെട്ട് വരും, തുമ്മൽ, അതുപോലുള്ള അസുഖങ്ങൾ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും മുറ്റത്ത് അമിതമായി പൊടി വരാതിരിക്കുക. അപ്പോൾ പൊടി വരുന്നതിൽ നമ്മളൊന്ന് നനച്ചിട്ട് മുറ്റമൊക്കെ നനച്ച് നല്ല രീതിയിലൊന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കും ആശ്വാസമാണ്, അതുപോലെ തന്നെ കോഴികൾക്കും ഒരുപാട് ഹെൽപ്ഫുള്ളാവും. നമ്മൾ കോഴികളിങ്ങനെ പൊടിമണ്ണൊക്കെ കാണുമ്പോൾ പൊടിമണ്ണ് ഒരുപാട് കഴിക്കും. ഇപ്പോൾ കോഴികളിങ്ങനെ കുഞ്ഞു കോഴികളൊക്കെ ആണെങ്കിലും വലിയ കോഴികളൊക്കെ ആണെങ്കിലും പൊടിമണ്ണ് ഒരുപാട് കഴിക്കും. അങ്ങനെ പൊടിമണ്ണ് കഴിക്കുമ്പോഴത്തേക്കും അവർക്ക് ദഹനക്കുറവ് വരും, ക്ഷീണം വരും, തളർച്ച വരും. അങ്ങനെ കോഴികൾ നമ്മുടെ ഫുഡൊന്നും കഴിക്കാതെ കോഴികൾ ചത്തുപോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ഗ്ലൂക്കോസ് കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടോ. നമ്മൾ ഗ്ലൂക്കോസ് കലക്കിയാണിന്ന് കോഴികൾക്ക് വെള്ളം കൊടുക്കാൻ പോണത്. ഗ്ലൂക്കോസ് മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മൾ 2-3 ഐറ്റം കൂടി ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കോസ് എന്തുമാത്രം ഹെൽത്തി ആണ്, എന്തുമാത്രം എനർജറ്റിക് ആണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. നമുക്കൊരു പനി വന്നാൽ പോലും നമ്മൾ കൂടുതൽ കുട്ടികൾക്കാണെങ്കിൽ ഗ്ലൂക്കോസ് കലക്കി കൊടുക്കാൻ നോക്കും അല്ലേ. കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ചില്ലെങ്കിൽ ഗ്ലൂക്കോസ് ഒന്ന് ഇച്ചിരി വായിലിട്ട് കൊടുക്കാനും ഇച്ചിരി വെള്ളത്തിൽ കലക്കി കൊടുക്കുക, എങ്ങനെയെങ്കിലും കുടിപ്പിക്കാനൊക്കെ നോക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ അത്ര എനർജറ്റിക് ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നാരങ്ങായും എത്രമാത്രം പ്രധാനപ്പെട്ട സാധനമാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 4 ഇൻഗ്രീഡിയൻ്റ് ആണ്. ഗ്ലൂക്കോസ് ഉണ്ട്, ചെറുനാരങ്ങയുണ്ട്, പുതിന ഇലയുണ്ട്, മഞ്ഞളുണ്ട്. മഞ്ഞൾ ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ. ഇത് പുതിന ഇല ഇപ്പോൾ എല്ലാ ഷോപ്പിലും കിട്ടും. ഷോപ്പിൽ കിട്ടാത്തവർക്കാണെങ്കിലും ഇങ്ങനെ ഇടക്കൊന്ന് ഒരു ചെറിയ തണ്ടൊക്കെ ഒന്ന് ഒടിച്ച് മുറ്റത്ത് നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഒന്ന് നട്ടു കൊടുത്ത് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഞാനിപ്പോൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പുതിന ഇലയാണ്. പുതിന ഇല എടുക്കുമ്പോൾ നിങ്ങൾ കഴുകി എടുക്കുക. ഒന്ന് അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ കഴുകി ഫ്രഷാക്കി എടുക്കുക. നല്ല വീട്ടിലുള്ളവർക്കാണെങ്കിൽ വീട്ടിൽ നിന്നുള്ള പുതിനയില എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പുതിനയിലും ഇത് 4 എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ടാണ് ഇന്ന് കോഴികൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രിങ്ക് എടുക്കാനുള്ളത്. മഞ്ഞൾ ചെറിയൊരു കഷ്ണം എടുത്തേക്കണത്, തൊണ്ടൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്ത് വെച്ചേക്കണം. നല്ല ഫ്രഷ് മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ മഞ്ഞൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞ് ജാറിലിട്ട് കൊടുക്കുവാണ്. മഞ്ഞളും പുതിനയിലയും നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിട്ട് അരച്ചെടുക്കണം. ബാക്കിയുള്ളത് നമുക്ക് നാരങ്ങാപ്പി നീരൊഴിച്ചെടുക്കാം. അതുപോലെ ഗ്ലൂക്കോസ് നമ്മൾ പൊടി ഇട്ട് കൊടുക്കണമല്ലോ, അപ്പോൾ അതൊന്നും ചെയ്യേണ്ട. ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തണ്ട് ഞാൻ മാറ്റി വെച്ചത്, തണ്ട് നമുക്കൊന്ന് ചെടിച്ചട്ടിയിൽ നടാനാണ്. അതിൻ്റെ തണ്ട് ഇടക്കൊന്ന് ഒടിച്ചൊടിച്ച് 2-3 കഷ്ണങ്ങളായിട്ട് നടുവാണെങ്കിൽ നല്ല അടിപൊളി തൈ കിളുക്കും. ഞാൻ ഇഷ്ടം പോലെ അങ്ങനെ കിളിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ എൻ്റേത് എടുത്തൊക്കെ ഏകദേശം തീരാറായതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുക്കാനത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല നമ്മൾ കുടിക്കാൻ എടുക്കുന്ന വെള്ളം ഏതാണോ ആ വെള്ളം തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല ആ അരച്ചെടുത്ത പുതിനയില മഞ്ഞൾ കൂടി അരച്ചെടുത്തത് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബക്കറ്റ് ഫുൾ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ കോഴികൾക്കും കൊടുക്കാൻ വേണ്ടി എടുത്തത്. നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ കുറച്ച് കോഴികൾക്കുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ചെടുത്താൽ മതി. നിങ്ങൾ കോഴിക്ക് എത്രയോ വെള്ളം കൊടുക്കണം അത്ര മാത്രം എടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാ കോഴികൾക്കും കൊടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബക്കറ്റ് വെള്ളം കൊടുക്കുന്നത്. കോഴികളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തോരം കോഴിയുണ്ട് അതനുസരിച്ച് നിങ്ങൾ വെള്ളം വെച്ച് എടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്, ഗ്ലൂക്കോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പുതിനയില മഞ്ഞളും അതും അരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4ഉം കൂടി മിക്സ് ചെയ്യുവാണ് നന്നായിട്ടെന്ന്. നാരങ്ങ നീര് വളരെ നല്ലതാണ്. അവർക്ക് ക്ഷീണം ഈ ചൂട് സമയത്ത് ഏറ്റവും നല്ലൊരു കണ്ടൻറ്റാണ് ഗ്ലൂക്കോസ്, നാരങ്ങ, അതുപോലെ മഞ്ഞൾ,
പുതിനയില. ഇതാണ് ഏറ്റവും നല്ല സാധനമാണ്. അവർക്ക് യാതൊരുവിധ ക്ഷീണങ്ങളും ഉണ്ടാവില്ല ഇത് സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ. ഇത് ബക്കറ്റ് പൊക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും വെക്കം തുളുമ്പി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കൂടിലേക്ക് വെക്കാൻ പോവാണ്. ഇത് ഫസ്റ്റ് നമ്മുടെ തള്ളക്കോഴികൾ എടുക്കണ കൂടാണ്. അപ്പോൾ അവർ എന്നെ വെയിറ്റ് ചെയ്ത് ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് അതിൻ്റെ അകത്ത് വെള്ളം ഇരിക്കുന്നത്, വെള്ളം അതിൻ്റെ ഇടയ്ക്ക് ഒരു കോഴി ചാടിപ്പോയി. അതവരൊക്കെ പയ്യെ കയറ്റാം. ഒരു അവിടെ വെള്ളം ഇരിക്കുന്നത് അതൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് മാത്രമേ അതിൻ്റെ വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ വെള്ളം ഇപ്പോൾ നമുക്ക് ബക്കറ്റിലെടുത്ത് പകുതി വെള്ളം ഇവർക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പകുതി നമുക്ക് ബാക്കി കോഴികളുണ്ടല്ലോ അവർക്ക് ഒഴിച്ച് കൊടുക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ അതെ ഇവർക്ക് എല്ലാവരും വെള്ളം ഓൾറെഡി അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഓടി ഒന്നും കുടിക്കത്തൊന്നുമില്ല. കാരണം ഓൾറെഡി അതിൻ്റെ അകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ഒരു ദാഹം അനുസരിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമില്ല ഒട്ടുമില്ല ദാഹിച്ച് നിൽക്കുന്ന സമയത്ത് കൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അവർ ഓടി വന്ന് കാണുന്ന മട്ടയിൽ വെള്ളം കുടിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ തീറ്റിയിട്ട് കൊടുക്കാനാണെങ്കിൽ എല്ലാവരും കൂടി ഓടി വരും. അതിൻ്റെ അകത്ത് ഓൾറെഡി വരിയിട്ടുണ്ടെങ്കിലും പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അവർ ഓടി വരും. പക്ഷേ വെള്ളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അവരിടക്ക് വന്നും പോയും അവർക്ക് ആവശ്യാനുസരണം കുടിക്കും. ഇപ്പം നമ്മൾ രാവിലെ അവർക്ക് നല്ല വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഉച്ചയപ്പോഴാണ് ഞാനിത് ഒരു 2 മണിക്ക് കേട്ടാ. എനിക്ക് 12 മണിയൊക്കെ ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. കാരണം മോന് പാടില്ലാത്ത കാരണം ആ സമയത്ത് കൊടുക്കാൻ പറ്റും. 2 മണിയൊക്കെ എപ്പോഴായിട്ടാണ് കൊടുത്തത്. നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു ഉച്ച സമയത്ത് കൊടുത്തേക്കണം. ഉച്ചക്കാണ് ഏറ്റവും നല്ലത്. ഉച്ച സമയം എന്ന് പറയുമ്പോൾ അവർക്ക് ചൂടിന് അത്രയും പൊരിഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് കൊടുത്ത് നമ്മുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും കൊടുക്കുക. ഒരു ദിവസം എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്കുക കേട്ടോ നന്നായിട്ട്. അപ്പോൾ അത് അവർ ഇടയ്ക്കൊക്കെ പോയി കുടിക്കുന്നുണ്ട്. പിന്നെന്താ ഞാൻ ഇതിൻ്റെ അടുത്ത് കുറച്ച് പുതിയ ആൾക്കാരെ കൂടെ കേട്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. നമ്മുടെ കയ്യിൽ വൈറ്റ് കോഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെഫിന് പുതിയ വൈറ്റ് കോഴിയെ കിട്ടിയപ്പോൾ വൈറ്റ് കോഴിയെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കാപ്പിരിപ്പേട നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാപ്പിരിപ്പേടയൊക്കെ ഉണ്ട്. പൂവനുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ഓൾറെഡി. അപ്പോൾ അങ്ങനെ കുറച്ച് കോഴികളെ നമ്മൾ സ്പെഷ്യലായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും അല്ലേ. അപ്പോൾ അത് ഇതുപോലെ കുറച്ച് കോഴിനെ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കംപ്ലീറ്റ് നാടൻ കോഴി ആക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. 2-3 സെക്ഷനായിട്ട് നമുക്ക് തിരിക്കണം. അത് നമുക്ക് പയ്യെ സാവകാശം ചെയ്യാം. ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇട്ടേക്കുന്നത്. കൂടിന് ചെയ്യാനുള്ള പരിമിതി കൊണ്ടാണ്. കൂടുകൾ ഒരുപാട് നമുക്ക് ഉള്ള കൂടിലൊക്കെ നമുക്ക് സാധനങ്ങളുണ്ട്, കോഴികളുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടിന് പരിമിതിയുണ്ട്. പിന്നെ അത്രയൊക്കെയാണ് നമ്മുടെ വലിയ കോഴികളുടെ വിശേഷങ്ങൾ. വലിയ കോഴികളെ ഒരുപാട് കാണുന്നവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കോഴികളാണ്. എല്ലാവരും കോഴികളെ ഇഷ്ടപ്പെടാറുള്ള കോഴികൾ തന്നെയാണ് അല്ലേ. നല്ല അടിപൊളി കോഴിയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ കോഴികളെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കോഴികളെ നിങ്ങൾ ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ള കാര്യം. അപ്പം നമ്മുടെ കോഴികളെ നമ്മൾ ഹെൽത്തി ആയിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് അവർക്ക് നിന്ന് ലാഭവും മെച്ചമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹെൽത്തി ആക്കി നോക്കേണ്ട കാര്യം നമ്മുടെ കടമയാണ്. അപ്പോൾ നമ്മൾ അവരെ ഹെൽത്തി ആയി. ഇപ്പം ഞാൻ രാവിലെ ഇവിടെ കംപ്ലീറ്റൊക്കെ നനച്ചിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഓസെന്ന് പോലും ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല, മറന്നുപോയി. അപ്പോൾ അവർ കംപ്ലീറ്റ് ഇതിലൊക്കെ ഒന്ന് നനച്ച് അവർക്ക് ഫുഡും വെള്ളമൊക്കെ രാവിലെ വെച്ച് കൊടുത്തിട്ട് പോയതാണ്. അപ്പോൾ അവർക്ക് ഫുഡും വെള്ളമൊക്കെ ഉണ്ടെന്ന് ഉറപ്പായത് കൊണ്ടാണ് 2 മണി വരെ വെയിറ്റ് ചെയ്ത്. ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പനിയിലേക്ക്. അതുകൊണ്ടാണ് ഇതിലേക്ക് കൂടുതൽ വരാതെന്ന്. അപ്പോൾ രാവിലെ ഫുള്ള് നനച്ച കൂടാണെന്ന് ഇപ്പോൾ കണ്ടാൽ പറയില്ല. കാരണം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നനക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ നനച്ച് കൊടുക്കാറുണ്ട്. മാക്സിമം നനച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴികൾക്ക് കഫക്കെട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ അവരുടെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ അല്ലേ. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. പൊടികളില്ലാതിരിക്കുക, അതാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. അത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഓക്കെയാണ്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക. അവർക്ക് ഈ സമയം നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കുക. ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ വൈകുന്നേരം മാത്രം കൊടുക്കുക. അപ്പോൾ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം കൊടുത്താൽ മതി. ഒരാളിത് മുട്ടയിടാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഉച്ച സമയത്ത് ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദഹനത്തിന് കംപ്ലൈൻറ്റ് വരും. ഉച്ച സമയമാകുമ്പോൾ ഒരു ചൂടിൻ്റെ സ്ട്രെസ്സ് കാരണം തന്നെ ദഹനത്തിൻ്റെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് ഉച്ച സമയത്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് രാവിലെ വൈകുന്നേരം ഉടനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതായി കാണുന്ന കോഴിയില്ലേ, ആ ചെറിയ കോഴിക്ക് കാല് ചെറിയതായിട്ട് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കൊണ്ടുവന്ന കസ്റ്റമർ ഒരു വീട്ടിൽ നിന്ന് എടുത്താണ്. അവർ കൊണ്ടുവന്നപ്പോഴത്തേക്കും ജാമായി പോയതാണ് കേട്ടോ. അവർ ഒരു ബോക്സിൽ എന്തെങ്കിലും കൊണ്ടുവന്നപ്പോൾ അവർ കെട്ടിക്കൊണ്ടുവന്നതിൻ്റെ അപാകത കൊണ്ട് അവരുടെ കാലിന് എന്തോ സംഭവിച്ചതാണ്. നമ്മൾ നോക്കിയിട്ട് അതിന് മെഡിസിനൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ അതിൻ്റെ കാല് ഇതുവരെ കറക്റ്റായിട്ടില്ല. പയ്യെ ശരിയാകുമായിരിക്കും. അതിൻ്റെ കാല് ഒടിഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടും അതിന് വലിയ ഇതൊന്നും കാണുന്നില്ല. പക്ഷെ എന്നാലും ഫുഡും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ചൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് നടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ.
പിന്നെ എൻ്റെ കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്ക് കാലൊടിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് കറക്റ്റായിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാറുന്നത്. കാരണം എൻ്റെയും കോഴിക്ക് ഇത് സംഭവിച്ചിട്ട് ഞാനിങ്ങനെ മരുന്നൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ സാധാരണ പെയിൻ കില്ലറും പെയിൻ ബാമും ഒക്കെ ഇട്ട് തടയി കൊടുത്ത് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ കമൻറ്റിന് മറുപടിയും തരാതിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കോഴികൾക്ക് ഇത്രയും ഹെൽത്തി ആയിട്ടൊക്കെ നമ്മൾ നോക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മുടെ കോഴി കുഞ്ഞുങ്ങൾക്കും ഇതേ വെള്ളം തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അവർക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിക്കൊണ്ട് പോകണ്ടേ. അതുകൊണ്ട് തന്നെ കോഴി കുഞ്ഞുങ്ങൾക്കും നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ കിടക്കുന്ന കോഴികൾക്ക് ഇതുവർക്കൊന്നും വലിയ പ്രോബ്ലങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് ഒന്ന് അവരെ നല്ലപോലെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇപ്പോൾ ഇതാ ഇവരാണ് നമ്മുടെ 1 മാസം പ്രായമായ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇവർക്കും ഞാൻ ഇതേ വെള്ളം തന്നെയാണ് എല്ലാവർക്കും വെച്ച് കൊടുക്കുന്നത്. കുഞ്ഞു കോഴികൾക്കും വലിയ കോഴികൾക്കും ഒക്കെ ഈ വെള്ളം തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അവരും ഇതുപോലെ ഫുൾ അതിനകത്ത് വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും മോടി ഒന്നും കുടിക്കത്തൊന്നുമില്ല. അവർക്ക് വൈകുന്നേരം വരെ പിന്നെ വെള്ളം ഉണ്ടല്ലോ, അവരത് കുടിച്ചോളും. നമ്മളത് വെച്ച് കൊടുത്താൽ മതി. അപ്പം തന്നെ നമ്മൾ മോടി ഒന്ന് കുടിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കില്ല. അവർ നമ്മൾ വെച്ച് കൊടുക്കുക, അവർ ആവശ്യാനുസരണം കുടിച്ചോളും കേട്ടോ. അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഫുഡിൻ്റെ രീതിയിലാണെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ചൂടിനെ കുറക്കാൻ വേണ്ടി ഇതുപോലത്തെ ഡ്രിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഫുഡിൽ കൊടുക്കാവുന്ന കാര്യമാണ്. ഫുഡിൽ നമുക്ക് സവാള മിക്സ് ചെയ്ത് കൊടുക്കാം, ഉള്ളി മിക്സ് ചെയ്ത് കൊടുക്കാം, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് കൊടുക്കാം. ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കിട്ടുന്ന കുറച്ചൊക്കെ ചെയ്തേരം മാറ്റിയിടുമല്ലേ, തണ്ണിമത്തൻ്റെയോ ഓറഞ്ചിൻ്റെയോ ഒക്കെ ഫുഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതാ ഇനി നമുക്ക് ബാക്കിയുള്ള കോഴിക്കും കുറച്ച് ഡ്രിങ്ക് കൂടിയുണ്ട്, അതും കൂടി കൊടുക്കാൻ പോകണം. ഇത് താറാവിൻ്റെ പുറകെ ഓടുന്നുണ്ട്. ഞാനിവിടെ അവർക്ക് ഫുഡ് കൊടുക്കാൻ വന്നതാണ്. എന്നെ കാണുമ്പോഴേ എല്ലാവരും പരപ്പിലെ ഓടും, അവർക്ക് ഫുഡ് കൊണ്ടുപോയെന്നാണെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ രാവിലെ എല്ലാവർക്കും കൊടുത്തിട്ട് പോയതാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം കൂടി എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നതാണ്. അപ്പോൾ അത് ഇവർക്ക് താറാവ് ഓടി വന്നതുകൊണ്ട് അവർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് കോഴികളൊക്കെ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് അവരുടെ കൂടെ പോയി കഴിക്കാൻ പേടിയാണ്. അപ്പോൾ ഇവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പാത്രം നോക്കിയിട്ട് കാണുന്നില്ല. അവിടെയൊക്കെ ഞാൻ നോക്കി, പക്ഷേ അപ്പോൾ അവർക്ക് കൊടുക്കണം സെപ്പറേറ്റ് പാത്രം നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പിന്നെ അവരവിടെ നിന്ന് കഴിച്ചോളും, ബാക്കിയുള്ളതൊക്കെ കഴിച്ചോളും. ഇനി നമുക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കും അവർക്കും വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബേസത്തിൽ ചട്ടി കിടക്കണത് എന്താണെന്ന് വെച്ചാൽ, ചട്ടിയിൽ ആ കോഴിക്കുഞ്ഞുങ്ങൾ കയറിയിട്ട് അതിനകത്ത് വീണ് കഴിഞ്ഞാൽ കയറിപ്പോരാനുള്ള ഒരു ഇതുപോലെയാണ് അതിൻ്റെ അകത്ത് ചട്ടി വെച്ച് കൊടുത്തത്. അതിൻ്റെ അകത്ത് വീണ് ഞാനാണ് ചത്തുപോയിട്ടുണ്ടായിരുന്നിട്ട്. അത് വലിയ സങ്കടമായ കാര്യമാണ്. കാരണം ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ട് പോയി. ഈ കുഞ്ഞു കോഴീൻ്റെ കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു. അവർ അതിൻ്റെ അകത്തേക്ക് വീണ് വെള്ളത്തിൽ വീണ് അങ്ങനെ കയറാൻ പറ്റാണ്ട് ഇതായിപ്പോയി. അതുകൊണ്ടാണ് പിന്നെ ചട്ടി വെച്ച് കൊടുത്തത്. ചട്ടിയിലാകുമ്പോൾ അതിങ്ങനെ ചവിട്ടി കയറിക്കോളുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ ഇതുപോലെയൊക്കെ ഓരോ ദിവസവും ഓരോ ഡ്രിങ്ക് കൊടുക്കുക. ഇപ്പോൾ ഈ ഡ്രിങ്ക് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ഡ്രിങ്കുകളുണ്ട്. അതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കോഴികളെന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കാതെ വേറെ ആരും സൂക്ഷിക്കാനില്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ സൂക്ഷിക്കുക. പാചകം ഒരുപാടായിപ്പോയി അല്ലേ, കുറച്ച് ലെങ്തി ആയിപ്പോയിട്ടെന്ന് തോന്നണം. ബോറടിച്ചെങ്കിൽ സോറി. അപ്പോൾ നിങ്ങളോട് കുറച്ച് പേർക്കെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങളെ കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇത്ര ലെങ്തി ആയിട്ട് എടുത്തത്. ഒരുപാട് പേർക്ക് ഇങ്ങനെ കാണാനും അതൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ കുളവും താറാവും ഇതൊക്കെ കാണാൻ നല്ല രസമാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിട്ടൊക്കെ എടുത്തത്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആക്കി പോയെങ്കിൽ സോറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.